Good morning, my dear students. Let us start the next class. നമ്മൾ കഴിഞ്ഞ ദിവസം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഏതാനും ക്വസ്റ്റ്യൻസ് ചെയ്തു. ഹോംവർക്ക് തന്നിരുന്നു. അത് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ. See the question. 1 plus 3 by 1 into 1 plus 5 by 4 into 1 plus ഇവിടെ ഇൻറ്റു ആണ് 1 plus 7 by 9 etc. into 1 plus 2n plus 1 by n square equal to n plus 1 whole square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ പി ഓഫ് എൻ എന്ന് വിളിക്കും. പി ഓഫ് എൻ ഇസ് ദിസ്. ഓക്കെ. ഇവിടെ n ഈക്വൽ ടു 1 കൊടുക്കുക. n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടേമാണ് 1 plus 3 by 1. ഓക്കെ. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ കിട്ടുക 1 plus 1 whole square. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ 4 and right hand side is also 4. That means 4 equal to 4. So that equation is true. Okay. That means P of 1 is true. Okay. അപ്പോൾ P of 1 നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ്? ഏത് ക്വസ്റ്റ്യനിലും ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുക. ആദ്യം നമ്മൾ P of n എഴുതുന്നു, ദെൻ P of 1 എഴുതുന്നു, P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. P of 1 പ്രൂവ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും, പ്രൂവ് ചെയ്യുന്നു. ദെൻ വി അസ്യൂം ദാറ്റ് P of k ഈസ് ട്രൂ. ഇപ്പോൾ n ഈക്വൽ ടു k എന്ന് കൊടുക്കുക. P of k ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ. സോ P of k ഈസ് ദിസ്. P of k ഈസ് ദിസ്. P of k 1 plus 3 by 1 പ്ലസ്, അതായത് n-ന് k കൊടുക്കുക. അപ്പോൾ 1 plus 5 by 4 ഇൻറ്റു എക്സെട്ര 1 plus 2k plus 1 by k സ്ക്വയർ ഈക്വൽ ടു k plus 1 ഹോൾ സ്ക്വയർ. ഓക്കെ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് P of k plus 1 ട്രൂ ആണെന്നാണ്. അപ്പോൾ P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ P of k plus 1 ട്രൂ എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ P of k plus 1 എഴുതി നോക്കുക. P of k plus 1 എന്ന് പറയുമ്പോൾ ഈ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? 1 plus 3 by 1 ഇൻറ്റു ഇപ്പോൾ നമ്മൾ ഈ എഴുതിയ പോലെ തന്നെ ഇത്രയും എഴുതി കഴിഞ്ഞിട്ടാണ് അടുത്ത ടേം വരുന്നത്, അല്ലേ? ഇതിപ്പോൾ k വരെ എഴുതി. ഇനി k plus 1-ൻ്റെ ഒരു ടേമും കൂടെയാണ്. അപ്പോൾ kക്ക് പകരം, അതായത് n-ന് പകരം ഇതിൽ k plus 1 കൊടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് വീണ്ടും എഴുതാം. ഇത് k വരെ ഉള്ളത്, അത്രയും ടേംസാണ് k വരെ വരുന്നത്. ആ k വരെയുള്ള ടേംസ് എഴുതിയിട്ടാണ് നമ്മൾ k plus 1-ൻ്റെ ടേം ഇവിടെ k plus 1 കൊടുക്കുക, അല്ലേ? അപ്പോൾ ഇവിടം വരെ എഴുതുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതെന്ന് പറയുന്നത് P of k ആണ്. അപ്പോൾ അതിന് പകരം ഇവിടെ നമ്മൾ P of k എന്ന് തന്നെ എഴുതിയിരിക്കുകയാണ്. ഇത്രയും ടേംസ് എഴുതിയിട്ട് അടുത്ത ടേമാണ് ഇതുപോലെ ഇവിടെ n-ന് k plus 1 കൊടുക്കും. അപ്പോൾ ഈ ഇത്രയും ടേം എഴുതണതിന് പകരം നമ്മൾ P of k എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ P of k ഇൻറ്റു അല്ലേ വരിക? ഇവിടെ ഓരോ ടേം ഇൻറ്റു ആണ്. ഇൻറ്റു 1 plus 2n plus 1. അവിടെ n-ന് പകരം k plus 1 കൊടുത്താൽ 2 ഇൻറ്റു k plus 1 plus 1 by k plus 1 ഹോൾ സ്ക്വയർ. ഓക്കെ. ഈക്വൽ ടു k plus 1. kക്ക് പകരം k plus 1 എന്നാണ് ഇവിടെ വരിക. k plus 1 ഹോൾ സ്ക്വയർ, അല്ലേ? ഇതാണ് നമുക്കിവിടെ വരുന്നത്. നോക്കാം അടുത്തത്. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ എന്താ? k plus 1 ഹോൾ സ്ക്വയർ. ഓക്കെ. implies that k plus 1 whole square into this P of kക്ക് പകരം P of k എന്താണ്? P of k ഈസ്, അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടോ നോക്കിയാൽ k plus 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ P of k എന്ന് പറയുന്നത് ഇത്രയും ഭാഗം ഉണ്ടല്ലോ നമ്മളിവിടെ എഴുതിയത്, അതിന് പകരം ഇതിന് പകരം നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് കൊടുക്കാം. അത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ k plus 1 ഹോൾ സ്ക്വയർ എന്ന് തന്നെ എഴുതി. ഓക്കെ. ഇൻറ്റു ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ്. k plus 1 ഹോൾ സ്ക്വയർ ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്, അത് കോമൺ ഡിനോമിനേറ്റർ ആക്കുകയാണ്. അപ്പോൾ ഈ 1-നെ k plus 1 ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ k plus 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു k plus 1 plus 1 by k plus 1 ഹോൾ സ്ക്വയർ കോമൺ ഡിനോമിനേറ്ററായി. ഇത് ഈക്വൽ ടു ദിസ്, ഈ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി വീണ്ടും ആ LHS എടുക്കുകയാണ്. ഈ ഇക്വേഷൻ്റെ LHS എടുക്കുകയാണ്. k plus 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ ബ്രാക്കറ്റിനുള്ളിൽ സിംപ്ലിഫൈ ചെയ്യുകയാണ്. k plus 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ 2k റിമൂവ് ചെയ്യുന്നില്ല, 2 ഇൻറ്റു k plus 1 plus 1 by k plus 1 ഹോൾ സ്ക്വയർ. അത് തന്നെ വീണ്ടും എഴുതിയിരിക്കുന്നു. അത് വീണ്ടും ഇവിടെ നോക്കുക, ഇത് തന്നെ എഴുതിയതാണ്. ഈ k plus 1 ഹോൾ സ്ക്വയറും ഈ k plus 1 ഹോൾ സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ.
അപ്പോൾ നമ്മൾ ഈ ടോപ്പിലെ മാത്രമാവും k + 1 ഹോൾ സ്ക്വയർ. എന്നിട്ടാണ് നമ്മളവിടെ സിംപ്ലിഫൈ ചെയ്യുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? k² + k + 1 ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. k² + 2k + 1 പ്ലസ് ഇത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു 2k + 2 + 1. അപ്പോൾ അതെങ്ങനെ കിട്ടും? k² + 4k + 2 എന്ന് വരും. 2 അല്ല, ഇവിടെ ഒരു 2 ഉണ്ട്, +1 + 1 4. അപ്പോൾ ഇത് നോക്കിയാൽ k² + 4k + 4 എന്നുള്ളത് നമുക്ക് a + b ഹോൾ സ്ക്വയറിൻ്റെ ഫോമിൽ വരുമ്പോൾ k + 2 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ k + 2 ഹോൾ സ്ക്വയർ എന്താ? ഇത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു k + 2 ഹോൾ സ്ക്വയർ. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. p of k + 1 എഴുതിയിരിക്കുന്നത് നോക്കിയത് ഇവിടെ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് k + 2 ഹോൾ സ്ക്വയർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ LHS എടുത്തിട്ട് ഈ RHS ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, സോ RHS ഈസ് k + 2 ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് LHS ഈക്വൽ ടു RHS. ദാറ്റ് മീൻസ് p of k + 1 ഈസ് ട്രൂ. So p of k + 1 is true means p of n is true for all n in n. Okay. So this statement is also true. So we have proved that. Then come to the next question, sixth one. Sixth one idana 1 + 2 + 3 + etc. less than 1/8 into 2n + 1 whole square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് p of n എന്ന് എടുക്കുന്നു. ഓക്കെ, p of n എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നു. ഓക്കെ, then come to the next form. ഓക്കെ, നമ്മുടെ നോട്ടിൽ എഴുതിയത് നോക്കുക. ഇവിടെ ചെറുതായിട്ടാണ്. ഇപ്പോൾ p of n എഴുതി. ഓക്കെ, ദെൻ എന്താ ചെയ്യുക? n = 1 കൊടുക്കുക. 1ന് അത് ട്രൂ ആണെന്ന് നോക്കാം നമുക്ക്. 1 കൊടുക്കുമ്പോഴെന്താ? p of 1 എന്ന് പറയുന്നത് 1 less than 1 ലെഫ്റ്റിൽ n-ന് 1 കൊടുക്കുമ്പോൾ 1 തന്നെയാണ്. 1 less than 1/8 into 2 into 1 + 1 ഹോൾ സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 1 less than 9/8 എന്നാണ് വരിക. 9/8 എന്ന് പറഞ്ഞാൽ എന്താ? 9/8 ന്യൂമറേറ്റർ ആണ് ഗ്രേറ്റർ. 8 എന്ന് പറയുമ്പോൾ 1 1/8 എന്ന് വരും. ഓക്കെ, അതായത് 1-നേക്കാൾ ഗ്രേറ്റർ ആണ്. ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ ആകുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ആ രീതിയിലെടുത്താലും മതി. അപ്പോൾ 9/8 എന്ന് പറയുന്നത് 1 1/8 ആണ്. 1 1/8 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഇത് 1-നേക്കാൾ ഗ്രേറ്റർ ആണ്. അതായത് ഇത് ശരിയാണ്. സോ p of n is true. ഓക്കെ, p of 1 ട്രൂ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് അസ്യൂം ദാറ്റ് p of k be true. അപ്പോൾ p of k എഴുതി നോക്കൂ. p of k എഴുതുക. p of k ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 + 2 + 3 + etc. + k less than 1/8 into 2k + 1 whole square. ഓക്കെ, അപ്പോൾ p of k അതാണ്, അത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. ദെൻ p of k + 1 എഴുതുക. p of k + 1 എഴുതിയാൽ p of k + 1 1 + 2 + 3 + k + 1, അതായത് കെയുടെ ടേം വരെ എഴുതി അടുത്ത ടേം എഴുതുമ്പോൾ k + 1ൻ്റെ ടേം എഴുതുക. ലെസ് ദാൻ 1/8 into 2 into k + 1 + 1 ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുക. അത് വീണ്ടും ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തു റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ്. 1 + up to k + 1 less than 1/8 into 2k + 3 ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിവിടെ നിർത്തിയിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ 1 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയാൽ p of k ആണ്. p of k എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 + 2 + up to k less than 1/8 2k + 1 ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ആ 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ രണ്ട് സൈഡിലും k + 1 ആഡ് ചെയ്യാണ്. ഓക്കെ, രണ്ട് സൈഡിലും k + 1 ആഡ് ചെയ്താൽ ഫസ്റ്റ് ഇക്വേഷൻ എന്താ കിട്ടുക? 1 + up to k + 1 less than 1/8 into 2k + 1 ഹോൾ സ്ക്വയർ പ്ലസ് k + 1 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണെന്ന് നോക്കി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈ p of k + 1 അല്ലേ? അപ്പോൾ അത് p of k + 1 ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് രണ്ട് സൈഡിലും k + 1 ആഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്.
അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എടുക്കുന്നു, അത് സിംപ്ലിഫൈ ചെയ്യുന്നു. 1/8 ഇൻറ്റു 2k + 1 ഹോൾ സ്ക്വയർ പ്ലസ് k + 1. അത് 1/8 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 ഇൻറ്റു ഓക്കെ. അപ്പോൾ ഇത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് നോക്കിയാൽ ഇതിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ 1/8 ഇൻറ്റു 2k + 1 ഹോൾ സ്ക്വയർ പ്ലസ് 1/8 ഇൻറ്റു 8 ക്യാൻസൽ ചെയ്യാം, k + 1 കിട്ടും. ഇത് തന്നെ, അതായത് 1/8 ഔട്ട് സൈഡിൽ എടുക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഈ ടേമിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/8 ഔട്ട് സൈഡിൽ എടുത്തു, എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ സിംപ്ലിഫൈ ചെയ്യുന്നു. ബ്രാക്കറ്റിനുള്ളിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4k² + 12k + 9 ആണ്. ദാറ്റ് മീൻസ് 1/8 ഇൻറ്റു 2k + 3 ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് 1/8 2k + 3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഈ റൈറ്റ് ഹാൻഡ് സൈഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതാണത്. ഇതിവിടെ നമുക്ക് ഇത് എന്ന് പറയുന്നത് ഇതും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ പി ഓഫ് k + 1 റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ അത് ട്രൂ എന്നാണ് കിട്ടുക. ഇത് നമുക്കിപ്പോൾ ട്രൂ ആണ്. ഇവിടെ k + 1 ആഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡും എന്ന് പറയുന്നതും അത് ഇതിന് ഈക്വലാണ്. 1/8 ഇൻറ്റു, അതായത് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് തന്നെയാണ് ഇത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് ദിസ് വൺ, ഇത് ലെസ് ദാൻ 1/8 ഇൻറ്റു 2k + 3 ഹോൾ സ്ക്വയർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് പി ഓഫ് k + 1 ഈസ് ട്രൂ. So we have proved that if it is true for p of k, it is true for p of k + 1 also. That means p of n is true for all n in n. Okay. Okay, thank you very much. Okay, അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, 7th one. Okay, let us see that. 7th question നോക്കിയേ, n ഇൻറ്റു n + 1 ഇൻറ്റു n + 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഓഫ് n എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് n ഈസ് ദിസ്, n ഇൻറ്റു n + 1 ഇൻറ്റു n + 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ഓക്കെ, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഓഫ് 1 എന്താണെന്ന് നോക്കുക. 1 ഇൻറ്റു 1 + 1 ഇൻറ്റു 1 + 2 = 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 + 1, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക. 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് വരും, അത് 6 ആണ്. 6 = 6. സോ ദിസ് ഈസ് ട്രൂ. സോറി, ഇത് 6 ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അത് 6 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. ഓക്കെ, സോ പി ഓഫ് 1 ഈസ് ട്രൂ. ഓക്കെ, ദെൻ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ബി ട്രൂ. സെയിം സ്റ്റെപ്സ് ആണ്, ഒരേപോലെ തന്നെ. പി ഓഫ് കെ ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതെന്താണെന്ന് ഇവിടെ എഴുതുന്നു. അതായത് k ഇൻറ്റു k + 1 ഇൻറ്റു k + 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. അതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ k ഇൻറ്റു k + 1 ഇൻറ്റു k + 2 ഒരു മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയുമ്പോൾ നമുക്കതിനെ 6ൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് 6 ഇൻറ്റു അനദർ നമ്പർ എന്ന് എഴുതാം. അതാണ് നമ്മളിവിടെ 6m എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ 6m എന്ന് എടുത്തത് 6ൻ്റെ മൾട്ടിപ്പിൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 6m ആണ്. ഇനി നമുക്ക് വേണ്ടത് പി ഓഫ് k + 1 ഈസ് ട്രൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പി ഓഫ് k + 1 എന്താണെന്ന് എഴുതി നോക്കാം. k + 1 ഇൻറ്റു k + 2 ഇൻറ്റു k + 3 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പോൾ ഇവിടെ അതാണ് വരിക അല്ലേ. എന്നിന് പകരം k കൊടുക്കുന്നു. അപ്പോൾ k + 1 ഇൻറ്റു k + 2 k + 1 + 1, അപ്പോൾ k + 2 ഇൻറ്റു k + 3 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ k + 1 ഇൻറ്റു k + 2 ഇൻറ്റു k + 3 എന്താണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഓക്കെ, k + 1 ഇൻറ്റു k + 2 ഇൻറ്റു ഇത് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, k + 1 ഇൻറ്റു k + 2 ഇൻറ്റു k + 3 എന്നുള്ളത് k + 1 ഇൻറ്റു k + 2 ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നു ഈ ബ്രാക്കറ്റ്. അപ്പോൾ ഇൻറ്റു k, അതായത് ഇത് ഒന്നിച്ചെടുത്തിട്ട് ഇതുകൊണ്ട് k മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ഇത് ഇൻറ്റു 3 എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ k + 1 ഇൻറ്റു k + 2 ഇൻറ്റു k പ്ലസ് k + 1 ഇൻറ്റു k + 2 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ k + 1 ഇൻറ്റു k ഇൻറ്റു ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. k ഇൻറ്റു k + 1 ഇൻറ്റു k + 2 പ്ലസ് 3 ഇൻറ്റു k + 1 ഇൻറ്റു k + 2. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ 6m നമ്മൾ എഴുതിയത് എന്താ? 6m k ഇൻറ്റു k + 1 ഇൻറ്റു k + 2 ആണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്, k ഇൻറ്റു k + 1 ഇൻറ്റു k + 2. അപ്പോൾ അതിന് പകരം നമുക്ക് 6m പ്ലസ് ഇതെന്താ നോക്കിയേ, 3 ഇൻറ്റു k + 1 ഇൻറ്റു k + 2. k എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറാണ്, k + 1 എന്ന് പറയുന്നത് അടുത്ത നാച്ചുറൽ നമ്പർ.
ഇൻറ്റു കെ പ്ലസ് ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പറാണ്. അതായത് കെ പ്ലസ് വണ്ണും കെ പ്ലസ് ടുവും അടുത്തടുത്ത രണ്ട് നമ്പേഴ്സാണ്. അടുത്തടുത്ത രണ്ട് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ അത് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും ആയിരിക്കും അല്ലേ. അടുത്തടുത്ത നമ്പർ ഏതെടുത്താലും ഇപ്പോൾ 3 എടുത്താൽ 3ഉം 4ഉം ആയിരിക്കും, 4 എടുത്താൽ 4ഉം 5ഉം ആയിരിക്കും, 7 എടുത്താൽ 7ഉം 8ഉം ആയിരിക്കും. അപ്പോൾ ഒന്ന് ഓടും ഒന്ന് ഈവനും ആയിരിക്കും. അപ്പോൾ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു എന്ന് പറയുന്നത് ഇതിൽ ഒരു നമ്പർ ഈവൻ നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് അല്ലേ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു എന്ന് പറയുന്നത് രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. അതിലൊന്ന് ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിനെ 2 ഇൻറ്റു അനദർ നമ്പർ എന്ന് എഴുതാം അല്ലേ. 2 ഇൻറ്റു അനദർ നമ്പർ അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 ഇൻറ്റു 5 ഓക്കെ. 4 ഇൻറ്റു 5 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും. ഇതിനെ നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് എഴുതാം. അതായത് 2 ഇൻറ്റു 10 എന്ന് എഴുതാം. അതായത് 2 ഇൻറ്റു അതായത് ഇതിൽ ഒരെണ്ണം ഈവൻ നമ്പർ ആകുമ്പോൾ ഒരു 2 അതിന് ഫാക്ടറാണ്. ആ 2 ഇൻറ്റു ബാക്കിയുള്ളതിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിനെ ഒരു 2 ഇൻറ്റു അനദർ നമ്പർ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാം. അതാണ് നമ്മളിവിടെ 2 ലാംഡ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടുവിനെ 2 ലാംഡ എന്ന് എഴുതി 3 ഇൻറ്റു 2 ലാംഡ ഓക്കെ. ഇപ്പോൾ 6m പ്ലസ് 3 ഇൻറ്റു 2 ലാംഡ. ഇപ്പോൾ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു എന്ന് പറയുന്നത് 2 ലാംഡയായി. ഇപ്പോൾ നമ്മൾ 3 ഇൻറ്റു 2 ലാംഡ. 6m പ്ലസ് 3 ഇൻറ്റു 2 എന്നുള്ളത് 6 എഴുതാം. 6m പ്ലസ് 6 ലാംഡ ഓക്കെ. 6m പ്ലസ് 6 ലാംഡ എന്ന് പറയുമ്പോൾ 6 ഔട്ട്സൈഡിൽ എടുക്കാം. 6 ഔട്ട്സൈഡിൽ എടുത്താൽ 6 ഇൻറ്റു എം പ്ലസ് ലാംഡ എന്ന് എഴുതാം. 6 ഇൻറ്റു എം പ്ലസ് ലാംഡ മീൻസ് ഡിവിസിബിൾ 6ൻ്റെ ഒരു പ്രോഡക്റ്റാണ്, അതായത് ഡിവിസിബിൾ ബൈ 6 ആണ് ഓക്കെ. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 6. ദാറ്റ് മീൻസ് പി ഓഫ് കെ പ്ലസ് 1 ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായി 6 ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6 ആയി okay. That means p of k plus 1 is true okay. P of k plus 1 is true. Hence p of n is true for all n in n okay. So p of n correct ആണ് okay. നമ്മൾ true for all n. അടുത്ത പേജിൽ നോക്കാം. കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദിസ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഈസി മാത്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ ദിസ് ചാപ്റ്റർ ഈസ് ഓവർ ഓക്കെ. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേ സ്റ്റൈലിലാണ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക ഓക്കെ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. താങ്ക് യു വെരി മച്ച്.